ഇപ്പോൾ ഓണക്കാലമാണല്ലോ അല്ലേ? അപ്പോൾ ഈ ഓണക്കാലം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഒത്തിരി കാണാം അല്ലേ? പണ്ടത്തെ കളികളും കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മധ്യ കേരളത്തിൽ പ്രധാനപ്പെട്ട ആവേശങ്ങളിൽ ഒന്നാണ് പകിടകളി. മുൻപ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പകിടകളി സജീവമായിരുന്നെങ്കിലും ഇപ്പോൾ അത് കാണാനില്ലെന്ന് പരിഭവം പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. തൃശ്ശൂരിലെ കരുമാത്രയിലെത്തിയാൽ അക്കാര്യം പലർക്കും മാറ്റി പറയേണ്ടി വരും. കാരണം പകിടകളിയെ ഹൃദയത്തിലേറ്റിയ കരുമാത്രക്കാരുടെ വിശേഷങ്ങൾ അവിടെ ഒത്തിരി ഉണ്ട്, കാണാം. വെട്ടും തടയും തന്ത്രവും മന്ത്രവും കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിന്റെ ആവേശവും ആർപ്പുവിളിയും. കരുമാത്രയിലെ പകിടക്കളത്തിലെത്തിയാൽ ഇത്രത്തോളം വീറും വാശിയും മറ്റൊന്നിനുമില്ലെന്ന് തോന്നിപ്പോകും. കളം വരയ്ക്കുന്നതും കരു നീക്കുന്നതും ആദ്യം ആരെന്നുറപ്പിക്കാൻ ടോസിട്ട് തുടങ്ങും. പകിട കറക്കി തുടങ്ങിയാൽ കളി കഴിയും വരെ കളത്തിൽ തന്നെ എല്ലാവരും തുടരും. ചിലപ്പോൾ ഈ കളി ദിവസങ്ങളോളം നീളും. ഇതിനിടയിൽ കളിക്കാരും കാഴ്ചക്കാരും മാറും. ഈ പകിടകളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള ഒരു കളിയാണ്. ഇത് മഹാഭാരതത്തിൽ നിന്ന് ഉത്ഭവിച്ചത് തന്നെയാണ്. ശകുനി എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്ന് ഉത്ഭവിച്ചത് തന്നെയാണ്. ഇപ്പോൾ അതിൽ നമ്മൾ വ്യത്യാസമായിട്ട് കുറച്ച് ഇത് അതിന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ കളി നടക്കുന്നത്. ഈ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 96 കളി വരുന്നുണ്ട്. അതിൽ 2 ടീമിൽ ഒരു ടീമിൽ 10 പേർക്ക് പങ്കെടുക്കാം. ഇത് ഭയങ്കര അത് പകിടയുടെ വെയിറ്റ് 1 കിലോ 300 ഗ്രാം ഉണ്ട്. അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടയേർഡാവും. അപ്പോൾ ഇതിൽ 10 പേര് ഒരു ടീമെന്ന് വെച്ച് കഴിഞ്ഞാൽ 96 കളിയിൽ 2 പേർക്കും വീതിച്ച് കൊടുക്കണത്. ആ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ മന്ത്രങ്ങളും തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പുരാതന കാരണന്മാർ കൈമാറിയിട്ടുള്ളതാണ്. 4 ദിശകളിലായി വരച്ച 94 കളങ്ങൾ. കരുക്കൾ ഓരോന്നും നീക്കുന്നതിനും എതിരാളികളെ തടയുന്നതിനും ചില്ലറ പ്രയാസമല്ല ഓരോ ടീമിനുമുള്ളത്. ദിക്കും ദിശയും നോക്കി പകിട കറക്കണം. മറുവശത്തെ കരുനീക്കം മുൻകൂട്ടി കാണണം. മന്ത്രക്കാരുടെയും തന്ത്രക്കാരുടെയും സഹായത്തോടെ വെട്ടിയും തടഞ്ഞും ലക്ഷ്യത്തിലെത്തണം. ഓണക്കാലത്ത് മധ്യ കേരളത്തിലെ പ്രധാന ആവേശങ്ങളിലൊന്നായ പകിടകളിക്ക് തൃശ്ശൂരിലും പാലക്കാട്ടും മലപ്പുറത്തുമാണ് ഏറെ ആരാധകരുള്ളത്. കരുമാത്രക്കാർക്കാണെങ്കിലോ പ്രായഭേദമന്യേ വല്ലാത്തൊരു വികാരമാണ് ഈ നാടൻ വിനോദത്തോട്. കളിയിൽ കാണുമ്പോൾ ആളുകൾക്ക് തോന്നും നല്ല ഭയങ്കര വീറും വാശിയും വഴക്കാണ് ഉണ്ടാവാന്നൊക്കെ തോന്നും. പക്ഷേ അത് കളിയുടെ സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അത് കാരണന്മാരായിട്ട് ഞങ്ങളുടെ തലമുറ ഒരു 2-3 തലമുറ മുതലുള്ള വികാരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ ഉള്ള പുതുതലമുറകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞങ്ങളുടെ ഇങ്ങനെ കുറച്ചുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാം. നല്ല വീറും വാശിയും കാര്യങ്ങളാണ്, നല്ല വികാരമാണ് ഈ കളിയെക്കുറിച്ച് ഉള്ളത്. ഗ്രാമീണ നന്മകളുടെ കൂടിച്ചേരലുകൾക്കും കൂട്ടായ്മകൾക്കും വേദിയൊരുക്കുന്ന പകിടകളി ഇന്നത്തെ തലമുറക്കാർക്ക് ഒരുപക്ഷെ കൗതുകമായിരിക്കാം. എന്നാൽ തങ്ങളുടെ പൂർവികർ ആഘോഷമാക്കിയിരുന്ന ഈ നാടൻ മത്സരം അതിലും ആവേശത്തോടെയാണ് കരുമാത്രയിലെ ചെറുപ്പക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓണക്കാലത്ത് മധ്യ കേരളത്തിന്റെ പ്രധാന ആവേശങ്ങളിലൊന്നാണ് പകിടകളി. വെട്ടും തടയുമായി കളിക്കാർ കളങ്ങൾ പിടിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാരിലേക്കും വീറും വാശിയും നിറയും. ഗ്രാമീണ നന്മകളും നാടൻ കളികളും ഇല്ലാതാകുന്ന കാലത്തും പകിടകളിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർ നിരവധിയാണ്. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.